ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പീ കോൾ വിത്ത് പൊന്നു. ഇന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞൻ അയലകളെയാണ് ഇന്ന് പൊള്ളിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ, ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡിയാക്കാം. അങ്ങനെ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4-5 മാന്ത മീനും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മസാല പുരട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ മീനായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മീനൊക്കെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു സെയിം ഓയിലിൽ തന്നെ ഇത് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടിയ ഒരു മസാലക്ക്. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് എടുത്തതാണ്. അതിൽ നിന്ന് 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് ഇത് എണ്ണയിൽ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ നല്ല പോലെ കുക്കായിട്ട് നല്ല ഉടഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് വേണ്ടതാണ് ലെമൺ ജ്യൂസ്. 1/2 ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനൊന്ന് നിരത്തി കൊടുക്കാം. ഞാനിവിടെ ചെറിയ മീനായതുകൊണ്ട് തന്നെ 4-5 എണ്ണം വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും ആ ഒരു സെയിം മസാല തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നിങ്ങൾ വലിയ മീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1-2 വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മടക്കിയിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഇത് 2 സൈഡും ഒന്ന് മടക്കുക. എന്നിട്ട് ഓപ്പോസിറ്റും ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു മസാല ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ, അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാഴയുടെ നാര് വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് കെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് നൂലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇതൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട്
പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വാഴയില ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വാഴയിലയുടെ കളറൊന്ന് ചേഞ്ചായി വരും, അതുവരെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്, അങ്ങനെ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവും. അങ്ങനെ അതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വാഴയിലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സെയിം മസാലയിൽ നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും പൊള്ളിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ചെറിയ മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വലിയ മീനും ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്.